നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ജനുവരി മാസം 23 വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റോഡ് നിയമങ്ങൾ ലംഘിക്കുന്ന കാൽനട യാത്രക്കാർക്കെതിരെയും കേസെടുക്കും വിധത്തിലുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുന്നു. ഗതാഗത വകുപ്പ് കമ്മീഷണർ CH നാഗരാജു സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ മാത്രമാണ് നിലവിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാവുക. റോഡ് ഉപയോഗ നിയമം നടപ്പാക്കുന്നതിനായിട്ട് പ്രായോഗികമായിട്ട് പരിമിതികൾ ഉള്ളതിനാൽ തന്നെ അവ മറികടക്കാനുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ടാകും. സീബ്ര ക്രോസ്, നടപ്പാത, ഡിവൈഡർ, AI ക്യാമറ, ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളിടത്താകും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. സീബ്ര ക്രോസ് ഉണ്ടായിട്ടും അവയിലൂടെയല്ല റോഡ് മുറിച്ചു കിടക്കുന്നതെങ്കിൽ പിഴ ഈടാക്കും. കാൽനട യാത്രക്കാർക്കുള്ള ചുവന്ന സിഗ്നൽ കിടക്കെ റോഡ് മുറിച്ചു കടന്നാലും നിയന്ത്രിത മേഖലയിലുള്ള മീഡിയനോ റോഡോ ബാരിക്കേഡുകളോ മറികടന്നു കഴിഞ്ഞാലും, അതുപോലെ നടപ്പാതയുണ്ടായിട്ടും അവയിലൂടെ അല്ലാതെ നടന്നാലും പിഴ ഈടാക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുടെ നിലവിൽ ഇനിയും വീട് പൂർത്തിയാകാത്തവർക്ക് വേണ്ടിയിട്ട് പാർപ്പിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപ കൂടി വീണ്ടും ഇപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. നിലവിൽ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതി 4 ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൃത്യമായിട്ട് നമ്മൾ തൊഴിൽ കാർഡ് എടുത്ത് നമ്മളുടെ വീടുകളിൽ പാർപ്പിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യാനുള്ള അവസരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏകദേശം 100 പ്രവൃത്തികൾ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ 90 പ്രവൃത്തികൾ വരെ വീട്ടിൽ പൂർത്തീകരിക്കാം. അങ്ങനെ അതിന്റെ ഒരു ദിവസവേതനം കൂടി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും നൽകുന്നത് ഉൾപ്പെടെയുള്ള സ്കീമുകൾ നടത്തപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്ലേശം നേരിടുന്ന ആളുകൾക്ക് മുൻഗണന നൽകിയാണ് ഇപ്പോൾ പാർപ്പിടങ്ങൾ അനുവദിച്ചു വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് 2 മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം വെള്ളിയാഴ്ച ജനുവരി 24 മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കുടിശ്ശികയായിട്ടുള്ള ഒരു ഗഡുവും അതോടൊപ്പം തന്നെ തനത് മാസത്തെ വിതരണമായിട്ട് ഒരു ഗഡുവും, അങ്ങനെയാണ് 3200 രൂപ നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹായം അന്ന് എത്തിച്ചേരുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും, കൈകളിൽ ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലുള്ള തുക വിതരണമാണ് ജനുവരി മാസം 24 മുതൽ സർക്കാർ വിതരണം ചെയ്ത് തുടങ്ങുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികളുടെ അതോടൊപ്പം തന്നെ വിതരണ കരാറുകാരുടെ ഉൾപ്പെടെ സമരത്തിലേക്ക് കടക്കുകയാണ്. അതോടെ റേഷൻ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിലയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. റേഷൻ കാർഡിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടാകും. അതുമാത്രമല്ല, അടുത്തയാഴ്ച തന്നെ പല മേഖലകളിലും റേഷൻ വിതരണം സ്തംഭിക്കുകയും ചെയ്യുന്നതാണ്. അത് ജനുവരി 27 വരെ കാക്കണമെന്നില്ല. അതിനു മുൻപ് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി റേഷൻ ആരെങ്കിലും വാങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ അത് BPL, APL ഏതുമായിക്കൊള്ളട്ടെ, ഏത് റേഷൻ കാർഡുമായിക്കൊള്ളട്ടെ, ആനുകൂല്യം എത്രയും വേഗം തന്നെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനമായി, സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വമ്പൻ വർധനവ്. പവന് 600 രൂപ കൂടി 60,000 കടന്ന ചരിത്ര വർധനവിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില. ബുധനാഴ്ച ജനുവരി 22 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് കൂടിയത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7525 രൂപയിലും പവന് 60,200 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.